ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് കുട്ടിക്കാളകളെ പരിചയപ്പെടാം. ഇത് വള്ളുവനാടൻസിലെ രാജേഷ് ബ്രോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുട്ടിക്കാളയാണ് നമ്മളിതിപ്പോൾ ആദ്യം ഇവിടെ നോക്കുന്നത്. ഇത് കയ്യിൽ വെച്ചിട്ടുള്ള ഒരു കാളയാണ്. കയ്യിൽ ഉള്ളം കയ്യിൽ ഇതെങ്ങനെ വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കാള. ഇതിനെക്കുറിച്ച് ന്യൂസൊക്കെ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കാള ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ കുട്ടിക്കാള എന്നുള്ള അവസ്ഥയിലാണ് ഈ കാളേനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു കാവിലൊരു കാളവേല കാണാൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പം ഇല്ല. കാരണം മഴക്കാലം തുടങ്ങി, മഴയൊക്കെ കാര്യമായിട്ട് പെയ്യുന്നുണ്ട് അല്ലേ. സീസണൊക്കെ കഴിഞ്ഞ് ഇനി എവിടെയും പ്രോഗ്രാമൊന്നുമില്ല. അപ്പോൾ ഈ കാളകളൊക്കെ ഈ കാളയുടെ ഓണേഴ്സിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമുക്കൊരു കാളേനെ കാണാൻ നേരിട്ട് പോയി കാണണമെന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇപ്പോഴും കാളകളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ആ കാളകളെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആവേശം അതിനൊരു കുറവുമില്ല. ഇതാണ് ഒരവസ്ഥ. അതിങ്ങനെ കൂടുതൽ തീപ്പരി ഇങ്ങനെ കത്തിക്കൊണ്ടേ ഇരിക്കണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനുള്ള വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള സംഭവമാണ് ചെറിയ കുട്ടികൾ അവിടെ ഇവിടെയൊക്കെ കാളകൾ ഉണ്ടാക്കി വെച്ചത് അവിടെ ഉണ്ട്. അതായത് ഇവർ കുറച്ച് മാസങ്ങളായിട്ട് ഈ പരിപാടിയിലാണ് പലതരത്തിലുള്ള കാളകളെ ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇതിനിടയ്ക്ക് രാഹുൽ എന്ന പേരുള്ള ഒരു പയ്യൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാളയുടെ ഫോട്ടോ ആണ് ഇവിടെ പറയുന്നത്. രാഹുലിൻ്റെ കാളയാണ്. ഇത് വളരെ ചെറിയ കാളയാണ്. രാഹുലിനെ ഒരു കമ്മിറ്റിക്കാർ ഞാൻ ആ കമ്മിറ്റിയുടെ പേര് മറന്നു. കമ്മിറ്റിയുടെ പേരായിരിക്കും അറിയുമെന്ന് കമൻറ്റ് ചെയ്യുക, ഒരു അനുമോദനമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇതിലെ പിള്ളേർ തൂത ആനമങ്ങാട് ഭാഗത്തുള്ള പിള്ളേർ ഇണക്കാളകളെ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അതൊന്ന് നോക്കാം. എവിടെ സംഭവം ഇവിടെ പൂരാവേശങ്ങളെല്ലാം ഒരുവിധം കെട്ടടങ്ങി. എന്നാൽ ആവേശം ഒട്ടും ചോരാത്ത ഒരു കൂട്ടം കുട്ടി കലാകാരന്മാരുണ്ട് ആനമങ്ങാട് വളാങ്കുളം ദേശത്ത്. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അവരുടെ വേനലവധി മുഴുവൻ അവർ ചെലവിട്ടത് ഈ കാളകളെ അതിന്റെ ഉടല് വൈക്കോലും ഫ്രെയിം മരം കൊണ്ടുള്ള ഇതില്ലേ, മടക്കന അങ്ങനത്തെ സാധനങ്ങളും കൊണ്ടാണ്. പിന്നെ ബോഡി വൈക്കോലും കൊണ്ടും തലയും ആർച്ചും പണ്ടൊക്കെ തെർമോക്കോളും കൊണ്ടും. അപ്പൊ ഈ LED ലൈറ്റ് വെച്ചിട്ട് ഇത്രയും ഭംഗിയാക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിച്ചത്? ആരും തീരുമാനിക്കാന് ഇത് വലിയ കാളകളെ കണ്ടിട്ട് ആവേശം കൊണ്ട് ചെയ്തത്. അപ്പൊ ഈ നാട്ടിലും അതാണ്. നാട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ ഇതിൽ ഈ പയ്യന്മാർ പറയുന്നുണ്ട് ഇവർക്ക് ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് കുഞ്ഞ് ലൈറ്റ് ഉണ്ടല്ലോ, കുട്ടികളുടെ കുഞ്ഞ് പരിപാടിയാണ് നമ്മൾ എടുക്കണേ. പക്ഷെ അവർ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്, ഒരുപാട് താല്പര്യത്തിൻ്റെ പുറത്ത് ചെയ്യുന്നത്. അപ്പോൾ നാട്ടുകാർ ഈ കുട്ടികളുടെ എഫേർട്ട് കണ്ടിട്ട് കുട്ടികൾക്ക് കുറച്ച് പൈസയൊക്കെ കൊടുക്കണം, എത്ര നിങ്ങൾ ലൈറ്റിൻ്റെ ആ മാലയൊക്കെ വാങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പാള കൊണ്ട്, പട്ട കൊണ്ട്, അതേപോലെ തന്നെ തെർമോക്കോൾ കൊണ്ട്, പ്ലാസ്റ്റർ പാരീസിൻ്റെത് ആ മെറ്റീരിയൽ കൊണ്ട്, പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ കുട്ടിക്കാളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ആ ഫോട്ടോ ഇതിൻ്റെ ഇല്ലാതുള്ളൂ. നാട്ടിൽ ഒരു കഴിഞ്ഞ ആഴ്ച അവിടെ നല്ല കൊട്ട് കേൾക്കുകയാണ്. വീടിൻ്റെ പുറത്ത് കൂടെയൊക്കെ കൊട്ട് പോടും. അപ്പോൾ ഞാനിത് ഉറങ്ങിയിട്ട് നോക്കുമ്പോൾ നല്ല കൊട്ടാണ് അവിടെ. വീടിൻ്റെ പുറത്ത് എത്താനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കാളവേലയുടെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാർഡ്ബോർഡ് കൊണ്ട് കാളകളെ ഉണ്ടാക്കിയിട്ട് അത് കുഞ്ഞ് പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ടായില്ലേ. അവരിങ്ങനെ കൂക്കി പൊളിച്ചിട്ട് കൊട്ടി ആ പാത്രത്തിലൊക്കെ കൊട്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അവർ കാളവേലയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അപ്പോൾ അവർ ആവേശത്തിന് ഒരു കുറവുമില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. ഈ പറങ്കിമാങ്ങ ഉണ്ടല്ലോ, പച്ച പറങ്കിമാങ്ങ. ഈ പച്ച പറങ്കിമാങ്ങ അത് ആ നീളത്തുള്ള സാധനം 4 കാലും വെച്ച് ഈർക്കലയും കൊണ്ടൊക്കെ യോജിപ്പിച്ച് കാർഡ്ബോർഡ് കൊണ്ട് കെട്ടിയിട്ട് മുത്തുമാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ തലയൊക്കെ കശുവണ്ടി കൊണ്ട് അല്ലെങ്കിൽ സോപ്പ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരവസ്ഥ. ഈ 21 കട്ട സോപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് തല ഉണ്ടാക്കിയിട്ടുള്ള ഒരവസ്ഥ. പിന്നീട് എന്താ വെച്ചാൽ നമ്മളിത് കാർഡ്ബോർഡിലേക്ക് അതേപോലെ മരം കൊണ്ടുള്ള മരത്തിൽ ഇതിൻ്റെ ഒരു ഷേപ്പൊക്കെ, ഉടലിൻ്റെ ഷേപ്പൊക്കെ സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇതിൽ മാറ്റും. പക്ഷേ എന്താ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ പലരും വിചാരം വെച്ചാൽ ഇങ്ങനെ കാളകളെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഭഗവതി കുടികൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസമൊക്കെ പലരുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ കാളകൾ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ അത് കത്തിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ ആശയം അത്രയേ ഉള്ളൂ. കുട്ടികൾക്കിടയിൽ ഇണക്കാളക്കോലങ്ങൾ എന്നത് വളരെ ക്രേസുള്ള ഒരു സാധനമാണ്.
അപ്പോൾ കുട്ടികൾ ഇപ്പോഴും കാളകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, കാളകളുടെ ആ ഒരു ആവേശം ഇപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് ചോർന്നു പോയിട്ടില്ല. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി പറയണേ. ഇപ്പം കതിരവൻ കാളുണ്ടല്ലോ, കതിരവൻ വീരമംഗലം, കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ഇണക്കാളയാണ് കതിരവൻ. അപ്പോൾ കതിരവന് ഒരുപാട് ആരാധകരുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുള്ള ഒരു പോസ്റ്റാണ്, അത് അടിപൊളിയാണ് സാധനം. ഒരു മിനിറ്റ് കാണിച്ചു തരാം. അതായത് ഒരു കുട്ടിയുടെ അച്ഛൻ കതിരവൻ പോലെ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിറക്കാണ്. എന്നിട്ട് അതുകൊണ്ട് നെയിം സ്ലിപ്പ് കതിരവൻ്റെ കാളയുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പാണ്. അതിലാണ് മൂപ്പരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാനത് കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കതിരവൻ, ഇതാണ് സംഭവം. എൻ്റെ മകന് കാണുന്നുണ്ടോ, ഇതാണ് നെയ് സ്ലിപ്പ്. എൻ്റെ മകന് കതിരവനെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് നെയ് സ്ലിപ്പ്, ഇതാണ് സംഭവം. എൻ്റെ മകന് ഇഷ്ടം കതിരവൻ, ഇതൊരു നെയ് സ്ലിപ്പ്. ബുക്ക് പൊതിച്ചെറുക്കാണ് കറുത്ത നിറമുള്ള മറ്റേ ഇതുകൊണ്ട്, എന്നിട്ട് അതിൽ നെയ് സ്ലിപ്പ് കതിരവൻ്റെ. അപ്പോൾ ഇതാണ് പിള്ളേരുടെ ഉള്ളിലേക്ക് ഈ കാളകൾ കയറിയിട്ടുണ്ട്, കാളകളുടെ ആവേശം കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. അപ്പോൾ കാളകളെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. വള്ളുവനാട്ടിലെ കാളവേലയാണ് നമ്മൾ ഇതിൽ കാര്യമായി സംസാരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും മഴക്കാലമായി, കാളവേലയുടെ സീസൺ കഴിഞ്ഞു. പക്ഷേ നമുക്കിടയിൽ കാളവേലയുടെ ആവേശം ചോർന്നു പോയിട്ടില്ല, അതിങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. താങ്ക് യു.